بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ SKSSF ഗ്രൂപ്പിന്റെ മീഡിയ ഗ്രൂപ്പിലുള്ള കർമ്മോത്സകരായ പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും അകറ്റുമാറാവട്ടെ. ഈമാനോട് കൂടി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയ നമ്മുടെ കുടുംബക്കാർ, പ്രസ്ഥാന ബന്ധുക്കൾ, സമസ്തയുടെ ആലിമീങ്ങൾ, അല്ലാഹു എല്ലാവരുടെയും ഖബറിടം വിശാലമാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നാൾ വഴികളാണ് നാം വിശദീകരിക്കുന്നത്. മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒട്ടനവധി പ്രവർത്തനങ്ങളും സമ്മേളനങ്ങളും നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. മഹത്തായ സമസ്തയുടെ കർമ്മോത്സകരായ പ്രവർത്തകർ സമസ്തയ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ നാം ഇവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു. നാം കഴിഞ്ഞ ചർച്ചയിൽ സമസ്തയുടെ 17ാം സമ്മേളനമായ മീൻചന്ത സമ്മേളനത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. പിന്നൊരു പ്രശസ്തമായ ഒരു സമ്മേളനമായിരുന്നു വളാഞ്ചേരി സമ്മേളനം. വളാഞ്ചേരി സമ്മേളനം നടത്താനുണ്ടായ കാരണം, വളാഞ്ചേരി കേന്ദ്രീകരിച്ച് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ച സാഹചര്യത്തിലാണ് സമസ്തയുടെ 18ാം വാർഷികം വളാഞ്ചേരിയിൽ വെച്ച് നടത്തുന്നത്. 1948 ഫെബ്രുവരി 8 കക്കാട് മിഫ്താഹുൽ ഉലൂം മദ്രസയിൽ വെച്ച് പ്രസിഡന്റ് മൗലാന അബ്ദുൽ ബാരി ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറ യോഗത്തിലാണ് വളാഞ്ചേരി സമ്മേളനം തീരുമാനിക്കുന്നത്. മഹാനായ മൗലാന അബ്ദുൽ ബാരി ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മഹത്തായ യോഗം 1948 ഫെബ്രുവരി 8 കക്കാടിൽ വെച്ച് ചേർന്ന യോഗമാണ് ഈ മഹത്തായ സമ്മേളനം തീരുമാനിക്കുന്നത്. അങ്ങനെ കളത്തിൽ ബാബു സാഹിബ് എന്ന ആൾ ചെയർമാനായി മഹത്തായ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. അങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ തന്നെ ആരംഭിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യുമുമായിട്ട് വാദപ്രതിവാദം നടത്താൻ ജമാഅത്തെ ഇസ്ലാമി ക്ഷണിച്ചിട്ട് ഒരു കത്തയച്ചു കൊടുക്കുകയും ചെയ്തു. മർഹൂം PCS കുഞ്ഞ് അഹമ്മദ് മൗലവി സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ചതായ ഒരു മനുഷ്യനായിരുന്നു. എന്നിട്ട് 1950 ഏപ്രിൽ 29, 30 ശനി ഞായർ എന്ന് പറഞ്ഞാൽ റജബ് മാസം 11, 12 തീയതികളിലായിരുന്നു വളാഞ്ചേരി സമ്മേളനം. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഉച്ചവരെ മുശാവറ യോഗം ചേർന്ന് വിവിധങ്ങളായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് തന്നെ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സമുദായത്തിൽ വരുന്നതായ പ്രയാസങ്ങൾ, അതുപോലെ സമുദായത്തിലേക്ക് കടന്നു വരുന്ന വികലമായ ആശയങ്ങളെ നേരിടാനുള്ളത്. അങ്ങനെ 1950 ഏപ്രിൽ 29, 30 നടക്കുന്ന വളാഞ്ചേരി സമ്മേളനത്തിന്റെ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഉച്ചവരെ മുശാവറ യോഗം ചേർന്ന് വിവിധങ്ങളായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. അങ്ങനെ തീരുമാനം എടുത്തു. മർഹൂം KP ഉസ്മാൻ സാഹിബിനെ സമസ്തയുടെ ഓഫീസ് സെക്രട്ടറിയായിട്ട് നിയമിക്കാൻ ഈ മഹത്തായ യോഗത്തിലാണ് തീരുമാനിച്ചത്. കാര്യവട്ട സമ്മേളനത്തിന് ശേഷം ചേർന്ന മുശാവറ യോഗം പ്രഥമ മദ്രസ പ്രവർത്തനം നടത്താൻ ഉസ്മാൻ സാഹിബിനെ ഓർഗനൈസറായിട്ട് നിയമിച്ചതും ഈ മഹത്തായ മുശാവറ യോഗത്തിലാണ്. മദ്രസ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന് ഞാൻ കഴിഞ്ഞ ഒരു ഇതിൽ പറഞ്ഞു, മദ്രസ പ്രസ്ഥാനത്തിന് ആധുനിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന മദ്രസ പ്രസ്ഥാനം വേണമെന്നുള്ളത് മഹത്തായ സമസ്തയുടെ സമ്മേളനത്തിൽ ഉടലെടുത്തതായ ആ മദ്രസ പ്രസ്ഥാനത്തിനെ സ്ഥാപിക്കുന്നതിന് പ്രചരണവും പ്രവർത്തനവും നടത്താൻ
കാരണം പാമര ജനങ്ങളിലേക്ക് ഇതിനെ എത്തിച്ചു കൊടുക്കാൻ, മദ്രസയുടെ ആവശ്യകതകൾ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ അന്ന് ഉസ്മാൻ സാഹിബിനെ ഓർഗനൈസറായിട്ട് നിയമിച്ചിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം ചേർന്ന പൊതുയോഗത്തിൽ ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു പ്രധാന വിഷയം. ജമാഅത്തെ ഇസ്ലാമിയുടെ പൊള്ളത്തരങ്ങളായിരുന്നു അന്ന് ചെയ്തതായ വൈകുന്നേരത്തെ സമാപന സമ്മേളനത്തിന്റെ പ്രസംഗം. ആരാണെന്ന് ആ വിഷയത്തെ പ്രസംഗിച്ചത്? മഹാനായ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളാണ്. അന്ന് മൗദൂദി സാഹിബിന്റെ ഉറുദു ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അന്ന് പ്രസംഗിച്ചത്. പിന്നെ ആ മഹത്തായ സംഗമത്തിന്റെ പാറക്കാട് ഖാദിയായിരുന്ന ആ സംഗമത്തിൽ പാറക്കാട് ഖാദിയായിരുന്ന PV അബ്ദുള്ള മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ആ സംഗമത്തിന്റെ അധ്യക്ഷൻ അന്ന് പാറക്കാട് ഖാദി PV അബ്ദുള്ള മുസ്ലിയാരായിരുന്നു. CH മുഹമ്മദ് സിറാസി മൗലവി, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കടമേരി മുഹമ്മദ് മുസ്ലിയാർ, KK സദഖത്തുള്ള മുസ്ലിയാർ, പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ റബ്ബറല്ലാഹു മറാഖിദഹു, അതേപോലെ മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ തുടങ്ങിയവരൊക്കെ ഈ മഹത്തായ സംഗമത്തിൽ പ്രസംഗിച്ചു. ബാഫഖി തങ്ങളുടെ പ്രസംഗമാണ് മതവിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനെ ഉയർത്തിയിട്ട് മതപണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിന്, പള്ളിദർസുകളെ പരിപോഷിപ്പിക്കുന്നതിന് പ്രചോദനം നൽകുന്നതായിരുന്നു. മത പഠനം എന്ന് പറയുന്നത് മതവിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും അതേപോലെ പള്ളിദർസിലൂടെ മതപണ്ഡിതന്മാരെ പോഷിപ്പിച്ചിട്ട് വളർത്തിയെടുക്കണമെന്നുള്ള ആഹ്വാനത്തിലൂടെയാണ് മഹാനായ തങ്ങളുടെ പ്രസംഗമുണ്ടായിരുന്നത്. വൈകുന്നേരം 4 മണിക്ക് വാളാഞ്ചേരി മാർക്കറ്റിൽ നിന്ന് സമീപം ആരംഭിച്ചതായ സമ്മേളനം ജനബാഹുല്യത്തോടുകൂടി ആരംഭിന് ശേഷം അങ്ങാടിയുടെ സമീപത്ത് വലിയൊരു മാറ്റമായിരുന്നു ഉണ്ടായിരുന്നത്. വലിയൊരു ജനബാഹുല്യം, അത്രയും ആധുനികമായിട്ട് എന്താ പറയാ, ഇന്നത്തെ പോലെ ഒരു ആധുനിക സൗകര്യങ്ങളൊന്നും അന്ന് ഉണ്ടാവില്ല. ആ സമയത്ത് പോലും സമസ്തയുടെ ആലിമീങ്ങൾ ഒരു സമ്മേളനം വിളിക്കുമ്പോൾ വല്ലാണ്ട് ജനബാഹുല്യങ്ങളാണ് കടന്നു വന്നത്. ഇതാണ് മഹത്തായ സമസ്തയുടെ 18ാം വാർഷിക സമ്മേളനം അഥവാ വളാഞ്ചേരി സമ്മേളനം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം വടകര സമ്മേളനമാണ്. 1945 കാര്യവട്ട സമ്മേളനത്തിന് ശേഷമുള്ള ആ വിഷയങ്ങൾ, വടകര സമ്മേളനം ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.